കേട്ടിട്ടുണ്ടാവും. കുളങ്ങരക്കണ്ടിയിൽ കുഞ്ഞിരാമൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ചെറുക്കന്റെ ഫോട്ടോ. സുഭദ്രേ. ആതിരി എന്നല്ലേ കുട്ടിയുടെ പേര്? സുഭദ്ര എന്റെ ഭാര്യ. പയ്യന്റെ ഫോട്ടോ. സ്വാമിയെ വിളിക്കാൻ പോയ മാമ്പിള്ളിയെ കണ്ടില്ല. എത്തില്ല സ്വാമി. നമസ്തേ. ഉപവിഷ്ടരാകൂ. ഇരുന്നാട്ടെ. പയ്യന്റെ ഫോട്ടോ. പേരിൽ നാഗത്തിന്റെ പര്യായം ഉണ്ടാവണമല്ലോ. കൂടെ ഭഗവാനും. അതെ, അനന്തൻ എന്നാ പേര്. അനന്തപത്മനാഭൻ. ഞങ്ങളൊക്കെ പപ്പനെന്നാ വിളിക്കാറ്. സ്വാമി, ആ പുരുഷൻ തന്നെയല്ലേ ഈ പുരുഷൻ? അതേ പരികർമ്മേ. ഏതു പുരുഷന്റെ കാര്യമാണാവോ പറയണത്? ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു പുരുഷ ജാതകം ഈ തറവാട്ടിലെത്തുമെന്ന് സ്വാമി എന്നോട് പ്രവചിച്ചിരുന്നേ. സത്യാണോ? സത്യം, എന്നോടും പറഞ്ഞിരുന്നു. പൂയം തൊട്ടൊരു 3 കേട്ട മുതലഞ്ചന ഹിതാരസ്ത്രയ. തിരുവാതിര നക്ഷത്ര ജാതകയ്ക്ക് ചേർന്ന ജാതകാരൻ തന്നെ. 9 പൊരുത്തങ്ങളും നാം കാണുന്നു. ഇപ്പോൾ ഈ മുഖശ്രീമാൻ സ്ഥലത്തില്ല അല്ലേ? ഡൽഹിയില. ഇപ്പോൾ വലിയ നിലയില. നാട്ടിലൊരു കൂറ്റൻ ബംഗ്ലാവ് പണിയിപ്പിച്ചോണ്ടിരിക്കുക. എന്നാൽ തീരുമാനിച്ചോളൂ. ആതിരയുടെ വരൻ ഈ മുഖശ്രീമാൻ തന്നെ. അനന്തൻ, അനന്തപത്മനാഭൻ. ഇനി ഒട്ടും വൈകിക്കണ്ട. ശരി. വരൂ പരികർമ്മി. താനുണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കണ്ടിട്ട് എന്തിനാ? എന്റെ ഇഷ്ടം ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ലല്ലോ. വാശി പിടിക്കല്ലേ മോളെ. നീ ഇതൊന്ന് നോക്കൂ, എന്നിട്ട് പറ. ദേ, ഇഷ്ടായില്ലെങ്കിൽ മുത്തച്ഛനോട് ഞാൻ പറയാം. നോക്കൂ. നോ, എന്റെ ഫോട്ടോ എടുക്കരുത്. You stupid. ഒന്ന് നിന്നേ. മോളിപ്പോ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. അനന്തപത്മനാഭൻ നിന്നെ വിടുന്ന മട്ടില്ലല്ലോടി. പെമ്പിളാരുടെ കൈയുടെ ചൂടറിഞ്ഞിട്ടാ. തന്നോടല്ലേ പറഞ്ഞ എന്റെ ഫോട്ടോ എടുക്കരുതെന്ന്? 1 minute darling, smile please. എന്തേ, കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നണില്ലേ? ഇപ്പൊ എന്തായി? ഇതാ ഞാൻ പറഞ്ഞത്, ഫോട്ടോ ഒന്ന് നോക്കാൻ. 9 പൊരുത്തങ്ങളുള്ള ജാതകമാണെന്നാ സ്വാമി പറഞ്ഞത്. നിനക്ക് വേണ്ടി തന്നെ പിറന്ന പുരുഷനാത്രേ. അടുത്ത ദിവസം ചെക്കന്റെ വീട് കാണാൻ പോവാ മുത്തച്ഛൻ. മോളെ, എങ്ങടായി കുട്ടി ഓടണേ? അനന്തനെ പൂട്ടാൻ ഇനി അധിക ദിവസം വേണ്ടി വരില്ല. ഫോട്ടോയിൽ കണ്ടാൽ അവൻ ഇങ്ങനത്തെ ഒരു ഡോൾബി ആണെന്ന് തോന്നുകയില്ല. എന്തൊരു നല്ല മുഖം. ആ മുഖവും ആരെയും സംസാരിച്ച് വീഴ്ത്താറുള്ള ആ നാക്കുമാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. എന്താ ആതിര? ഇതാണ് 9 പൊരുത്തങ്ങളുള്ള ആള്. ഇയാളെ സ്വാമിക്ക് അറിയില്ല. വേറെ ആഭാസനാണ്. എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ടാ ഈ കല്യാണാലോചനയും കൊണ്ട് വന്നിരിക്കുന്നത്. എന്റെ കൊക്കല് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാ മതി, ഞാനൊരു ശല്യാവില്ല. പക്ഷെ ഇയാൾക്ക് കഴുത്ത് നേരിട്ടേണ്ടി വന്ന പിന്നെ ആദരം ഉണ്ടാവില്ല. കുട്ടി, ആതിരെ നിൽക്കൂ. ഈശ്വര, അവളെ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും. പിന്നെ അനന്തനെ ജന്മത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. ദൈവം നമ്മളെ വഴിയാധാരമാക്കാതിരിക്കില്ല. എന്തേ? അല്ല, എന്തെങ്കിലും വഴിയാധാരം കാണിച്ചു തരും. ഞാനൊരു ചെറിയ ശ്രമം നടത്തി നോക്കട്ടെ. ഹലോ, നന്ദിനിയല്ലേ? ഞാൻ ആതിരയാ. ആ കല്യാണം ഉറപ്പിക്കാൻ പോവാത്രേ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താ നന്ദിനി, പ്ലീസ്. ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്തേ? ഞാൻ ജയദേവസ്വാമി പറഞ്ഞയച്ചിട്ട് വന്നതാ. കഴിഞ്ഞതൊക്കെ മറക്കണമെന്ന് പറയാനാവും അല്ലേ? അല്ല, ഒന്നും മറക്കരുതെന്ന് പറയാൻ വന്നതാ. ഇനിയൊരു സത്യം പറയട്ടെ. ജയദേവൻ സ്വാമിയൊന്നുമല്ല. അനന്തനുമായിട്ടുള്ള കല്യാണം സത്യത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു നാടകമാണ്. നാടകോ? അതെ, ആതിര പറഞ്ഞില്ലേ അനന്തനൊരു ആഭാസനാണെന്ന്.
അവൻ അത് മാത്രമല്ല മറ്റു പലതുമാണ്. ആതിര അവന്റെ കാമുകയാണെന്നും നിങ്ങൾ തമ്മിൽ ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നും ഒക്കെ ആയിരുന്നു ജയദേവന് കിട്ടിയ റിപ്പോർട്ട്. ആതിര കൂട്ടുകാരിക്ക് ഫോൺ ചെയ്യുന്നത് കണ്ട് ഞാൻ പോലും പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അനന്തനെ പിടിക്കാൻ വേണ്ടിയാണ് സ്വാമിയുടെ വേഷം കെട്ടി ജയദേവൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ CID ആണല്ലേ? ഏയ് CID ഒന്നും അല്ല. അതെ, CID ആണ്. പക്ഷേ ഞാൻ ഈ രഹസ്യം ആതിരയോട് പറഞ്ഞ വിവരം മറ്റാരും അറിയാൻ പാടില്ല. സ്വാമി പോലും അല്ല, ജയദേവൻ CID പോലും. ഇല്ല, ഒരു കുഞ്ഞിനോട് പോലും ഞാൻ പറയില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അനന്തനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണം. പക്ഷേ ആതിരയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് CID ആയിരിക്കും. ജയദേവൻ CID. സത്യാണോ? അതെ, കല്യാണം നടക്കുമെന്നുള്ളത് 100% സത്യമാണ്. ദാ ഇത് വാങ്ങിക്കോളൂ. CID ജയദേവൻ തന്നയച്ചതാ. ഇത് ആതിരയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാ. ഇഷ്ടമാണെങ്കിൽ കയ്യിലണിയണം. എനിക്കിഷ്ടാണ്, 1000 വട്ടം. ഉത്തരം അനുകൂലമേ ആവുള്ളൂ എന്ന് എനിക്ക്. പസുമതി, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നീ പിന്നെ പോരുത്. അടുക്കളയിൽ ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ വിളിച്ച് പോവും ഞാൻ. ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട, എല്ലാം മനസ്സിലായി. ആദരയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചാണ് ഇത്ര കയ്യിലണിയാൻ. പുളിങ്കപ്പത്തിന് കയറി പിടിച്ചല്ലോ, നന്നായി. നന്നായെങ്കിൽ നന്നായി. ഞാൻ അടുത്തേക്ക് വരുമ്പോ വലിയ ചവിട്ടും തൊടിയൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ടിപ്പോ അത് ശരി. തറുതല് പറയുമായിരുന്നെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, അറിയോ? എന്റെ പൊന്നു വസു, എനിക്കും അതെ. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഈ വേണ്ട, നിമിഷം. ഇനി വസുമതിയെ പറ്റിക്കാൻ നോക്കണ്ട. ഈശ്വര, എന്ത് പറഞ്ഞാ എവളെ വിശ്വസിപ്പിക്കേണ്ടത്? വേണ്ട, കഴുത്തു മുറി. അത് മുളക് പൊടിയാണ്, അത്രേ ഉള്ളൂ. ഇതെന്തിന് ഇപ്പൊ കാണിച്ചു തരാം. എങ്ങോട്ടേ കയറി പോണത്? അയ്യോ, എന്തേ കാണിക്കുന്നത്? തിളച്ച വെള്ളമാണ്. ആയിക്കോട്ടെ, ഈ തിളച്ച വെള്ളം തലയിൽ കൂടെ ഒഴിച്ച് ഞാൻ ആത്മാഹുതി ചെയ്യാൻ പോവാ. അതല്ലാതെ എന്റെ സ്നേഹം തെളിയിക്കാൻ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒന്നിക്കാം. എന്നാ പ്രേമ? അത് ഇത് കുറച്ച് തിളച്ച വെള്ളം സ്വാമിക്ക് വേണമെന്ന്. എന്തോ ആസനം ചെയ്യാനാ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്ന് കൊണ്ടുപോക്കോളാം. അയ്യോ, വേണ്ട, കൊണ്ടുവയ്ക്കോളൂ. അല്ല, ഞാൻ പിന്നെ ഒന്ന് അയ്യോ, സ്വാമിക്ക് ഒരു കുറവ് ഇവിടെ വരാൻ പാടില്ല. വേഗം കൊണ്ട് കൊടുത്തോളൂ. എന്നാ- ആ, കൊണ്ടുവയ്ക്കോളൂ. ഈ പാത്രത്തിൽ ഒഴിച്ച് ഒഴിച്ചോണ്ട് കൊണ്ടുപോക്കോളാം. പോയിക്കോളൂ. വേഗം കൊണ്ട് കൊടുക്കും. ആ, അല്ല, ഈ തിളച്ച വെള്ളം കൊണ്ട് എന്താസനം ചെയ്യാനാ? ആ, എനിക്കറിയില്ല. എടാ പ്രേമദാസപ്പാ, ഈയിടെയായി വീടിനകത്തുള്ള നിന്റെ ചുറ്റികളി ഞാൻ കാണുന്നുണ്ട്. ആ കംസൻ ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പൊടി കാണില്ല. എന്റെയും കംസന്റെ കാര്യം പറഞ്ഞ് ഈ ശ്രീകൃഷ്ണനെ പേടിപ്പിക്കല്ലേ? സ്ത്രീകൃഷ്ണൻ ആയതുകൊണ്ടാണ് ഈ ഭാഗത്ത് കിടന്ന് വെല്ലസുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ സ്വാമി ഉണ്ടോ അവിടെ? അദ്ദേഹം എന്റെ സ്വാമി മാത്രമല്ല, ഈ ജഗത്തിന്റെ ഗുരുവാണ്. എന്നാൽ ആ ജഗദ്ഗുരുവിനോട് പറയാ, നാളെ രാവിലെ ഞാനും വൈദ്യരും കൂടി അനന്തനെ കാണാൻ പോണുണ്ട് എന്ന്. ഈ വിവരം പറഞ്ഞാൽ മതിയല്ലോ. ക്യാഷ് വല്ലതും വേണ്ടി വരൂ? ചൂണ്ടിയതാണോടാ? ഏയ്, ചൂണ്ടിയൊന്നുമല്ല. ഇത് സ്വാമിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളമാണ്. ഐസ് വാട്ടർ. ആ, നല്ല ദാഹമുണ്ട്, കുറച്ചൊഴിക്കാ. ഏയ്, അത് ശരിയാവില്ല. ശരിയോ തെറ്റോന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഒഴിക്കടാ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ശരിയാവില്ല എന്ന്. എന്താ ചിരിക്കണേ? ഇപ്പഴാ മാമ്പള്ളിയുടെ പേര് ശരിയായത്. മാം പൊള്ളി. എരണം കേട്ടവൻ. ആ, ഉണന്നോ? എന്ത് സ്വപ്നം കണ്ടിട്ടാ കിടന്നിരുന്നേ? ഉറക്കത്തിൽ എന്തൊക്കെയോ പിറുവിറുക്കം ചിരിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നല്ലോ. എന്താ അതിരെ? എന്തു പറ്റി? വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുന്നല്ലേ പറയാ? എന്ത് സ്വപ്നം കണ്ടേ? ജയദേവേട്ടനും അല്ല, ജയദേവ സ്വാമിയും ഞാനും തമ്മിലുള്ള കല്യാണം. പക്ഷേ മാലയിടാൻ കയ്യിലെടുത്തപ്പോ പെട്ടെന്ന് ആരോ വിളിച്ചു. ഞെട്ടി ഉണർന്നപ്പോ വളകളൊക്കെ പൊട്ടിക്കിടക്കണു. ഇത് ദുശകുനാണോ വസു? എനിക്കറിയില്ല, സ്വാമിയുടെ തന്നെ ചോദിക്കുക. ദുശകനാന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സത്യമായിക്കൊള്ളൊന്നുമില്ല. നമ്മളൊന്ന് വിചാരിക്കുന്നു, ദൈവം. വേണ്ട, ഇക്കാര്യത്തിൽ ദൈവം മറ്റൊന്ന് തീരുമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മറിച്ചൊന്നും പറയരുതേ. ഒത്തിരി മോഹിച്ചു പോയി. എന്നെ വിട്ടിട്ട് പോവരുത്. അതിനെ കൊച്ചുകുട്ടികളെ പോലെ പെട്ടെന്ന് വെയിലത്ത് നിന്നും വന്ന് കയറിയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആകെ ഒരു ഇരുട്ട് പോലെ. ആദിലതിനകത്തുണ്ടായിരുന്നോ? എവിടെ നിൽക്കായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. എടാ ഡോൾബി സന്യാസി, മിണ്ടാതെ ഈ പൂച്ചയ്ക്ക് പാല് കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഈ കുറുക്കനാണ്. മറക്കണ്ട. വെറുതെ ഇരുപ്പാ കുട്ടി, ഞാനല്ല.